അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ വതുഖൻ വഹുദൻ വഫഖിഹ്നാ ഫിദ്ദീൻ. ഏറെ ബഹുമാനമുള്ള ഏറ്റവും പ്രിയം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മളിലെല്ലാം വർഷിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ദർശനമായ ഇസ്ലാം അടിസ്ഥാനപരമായി മനുഷ്യരാശിയെ പഠിപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് ഏകദൈവ വിശ്വാസം. ലോകത്തേക്ക് കടന്നു വന്ന സർവപ്രവാചകന്മാരും താക്കീതുകാരും സന്തോഷവാർത്ത അറിയിക്കുന്നവരുമായിട്ടുള്ള എല്ലാ ദൂതന്മാരും മനുഷ്യ സമൂഹത്തെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ഏകദൈവ വിശ്വാസമാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഇസ്ലാം നിരുപാധികം ബഹുദൈവ വിശ്വാസത്തിനും ബഹുദൈവ ആരാധനക്കും കൃത്യമായി എതിര് നിൽക്കുന്ന ദർശനം കൂടിയാണ്, മതമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നിൽ സ്രഷ്ടാവായിട്ടുള്ള ഉടയ തമ്പുരാൻ അല്ലാഹു തആല അവൻ ഏകനാണ് എന്ന് ഇസ്ലാം അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയാഇൻ്റെ 22-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സംശയലേശമന്യേ മനുഷ്യരുടെ ബുദ്ധിയെ തട്ടി ഉണർത്തിക്കൊണ്ട് തന്നെ നടത്തുന്ന ഒരു പരാമർശമുണ്ട്. ലൗകാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ആകാശഭൂമികളിൽ അല്ലാഹു അല്ലാത്ത മറ്റു വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നു എങ്കിൽ അവ രണ്ടും തകരാറിലായി പോകുമായിരുന്നു എന്ന്. ഒരു വീടിന് 2 ഗൃഹനാഥന്മാരുണ്ടായാലുണ്ടാകുന്ന അവസ്ഥ എന്തായിരിക്കും? ഒരു രാജ്യം ഭരിക്കാൻ 2 പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ 2 പ്രസിഡന്റുമാരുണ്ടായാലുണ്ടാകുന്ന പ്രയാസം എന്തായിരിക്കും? ഒരു പ്രദേശത്ത് ഒരേ തരത്തിൽ ഉത്തരവാദിത്വമുള്ള 2 ഭരണാധികാരികൾ ഉണ്ടായാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതം എത്ര വലുതായിരിക്കും? അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നതിനു പിന്നിൽ സ്രഷ്ടാവ് അവൻ ഒരുവനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ സംസാരം ആരംഭിച്ചത് ഖുർആനിൻ്റെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസ്, ഖുർആനിൻ്റെ 1/3 എന്നറിയപ്പെടുന്ന ഒരു അധ്യായം കൂടിയാണത്. ആ അധ്യായത്തിലെ വചനം പാരായണം ചെയ്തുകൊണ്ടാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. നബിയെ പറയുക, കാര്യം അവൻ ഏകനാകുന്നു. അല്ലാഹു അവൻ ഏകനാകുന്നു. അല്ലാഹു സ്വമദ് അവൻ നിരാശ്രയനാണ്. അള്ളാഹുവിൻ്റെ ആശ്രയം അതെല്ലാവർക്കും ആവശ്യമുണ്ട്. അള്ളാഹുവിനാകട്ടെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല താനും. ലം യലിദ് വലം യൂലദ് അവൻ ഒരാൾക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായിക്കൊണ്ട് ജനിച്ചുണ്ടായവനുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തതുല്യരായിക്കൊണ്ട് ആരും തന്നെയില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. ഖുർആനിൻ്റെ 42-ാമത്തെ അധ്യായം സൂറത്ത് ഷൂറ 11-ാമത്തെ വചനമാണ്. അവനെപ്പോലെ ഒന്നും തന്നെയില്ല, അവനെല്ലാം കാണുന്നവനും എല്ലാം കേൾക്കുന്നവനുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. അവൻ ഏകനായിട്ടുള്ളവനാണ് എന്ന് ലോകത്തേക്ക് വന്ന എല്ലാ പ്രവാചകന്മാരും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളെന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ നാം കടന്നു ചെല്ലുമ്പോൾ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ ഒരുപാട് ഭാഗത്ത് പ്രവാചകന്മാരുടെ പ്രബോധനം വിശദീകരിക്കുന്നിടത്ത് ആ പ്രവാചകന്മാർ അവരുടെ സമുദായത്തോട്, സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ്. ഖുർആനിൻ്റെ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ അതിലെ 163-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു അർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ആരാധ്യൻ അവൻ ഏക ആരാധ്യനാകുന്നു. ലാ ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ഒരു ഇലാഹും ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. ലാ ഇലാഹ ഇല്ലാഹു അർ റഹ്മാനുർ റഹീം അവൻ പരമകാരുണ്യകനും കരുണാവാരിധിയുമാണ് എന്ന്. നമ്മൾ നിലനിൽക്കുന്ന
നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുവരുന്ന ഒരുപാട് മതദർശനങ്ങളുണ്ട്. ആ മതദർശനങ്ങൾക്കെല്ലാം അതിൻ്റേതായിട്ടുള്ള അടിസ്ഥാന വേദപ്രമാണങ്ങളുണ്ട്. ആ വേദപ്രമാണങ്ങളിലെല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഈ പറയുന്ന ഏകദൈവ വിശ്വാസം തന്നെയാണ്. ഇപ്പോൾ വേദങ്ങളുടെ സമുച്ചയമായിക്കൊണ്ട് പരിചയപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, മഹാനിർവഹണ സ്തോത്രം. ആ മഹാനിർവഹണ സ്തോത്രം ഇപ്രകാരമാണ്: ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃപാതൃ പ്രഹർത്തൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. ഇവിടെ ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 5 തവണയാണ് ഏകനാണ്, ത്വമേകം 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 എന്ന് പറഞ്ഞ് ഈ 5 തവണയാണ് ദൈവത്തിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ബൈബിളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവിടെയും നാം കാണുന്നത് ഏകനായ ഒരു ദൈവത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെയാണ്. ബൈബിളിൻ്റെ പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ പരാമർശങ്ങൾ കാണാൻ കഴിയും എന്നുള്ളതാണ്. ഏകനായ ദൈവത്തെ ആരാധിക്കണം, ഏകനായ ദൈവത്തോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ക്രിസ്തു യേശു പഠിപ്പിക്കുന്നതും മോശെ പ്രവാചകൻ, അതായത് മൂസ അലൈഹി സ്വലാം പഠിപ്പിക്കുന്നതും അബ്രഹാം പ്രവാചകൻ പഠിപ്പിക്കുന്നത്, ഇബ്രാഹിം നബി പഠിപ്പിക്കുന്നതെല്ലാം ഈ പറയുന്ന അടിസ്ഥാന വിശ്വാസമാണ് എന്ന് വേദപ്രമാണങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ കാണാൻ കഴിയും. ആ വേദപ്രമാണങ്ങൾക്കെല്ലാം പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന കടത്തിക്കൂട്ടലുകൾക്കെല്ലാം മുക്തമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ നിലനിൽക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനാണ് മനുഷ്യരുടെ മോചനത്തിൻ്റെ നിദാനം. ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് നാളെ കടന്നു വരാനിരിക്കുന്ന പരലോകത്ത് മനുഷ്യന് രക്ഷ പ്രാപിക്കാനുള്ള, മോക്ഷം ലഭിക്കാനുള്ള ഏക വഴി. അതുകൊണ്ട് തന്നെ മരണാനന്തരം പരലോകം, ആ പരലോകം ഉണ്ട് എന്നത് സത്യമാണ്. ആ പരലോകത്ത് നമുക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ നാം എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ചതുകൊണ്ട് കാര്യമില്ല. നേരെ മറിച്ച് മരണത്തിൽ നിന്ന് ഒരു ഉയിർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ട്. ആ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം ഒരു വിചാരണ നമുക്കുണ്ട്. അവിടെ നാം ചെയ്തു കൂട്ടിയിട്ടുള്ള നന്മക്ക് തത്തുല്യമായ പ്രതിഫലവും തിന്മക്ക് തത്തുല്യമായ ശിക്ഷയും നൽകിക്കൊണ്ട് നമ്മളെ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പടച്ച റബ്ബ് അല്ലാഹു തആല നമ്മളെ ഭാഗിച്ച് മാറ്റി നിർത്തും. അവിടെ നമുക്ക് സ്വർഗം കിട്ടണമെങ്കിൽ, ഏറ്റവും വലിയ മോക്ഷം നമുക്ക് സാധ്യമാകണമെങ്കിൽ പടച്ചവൻ പറഞ്ഞതനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നാം സ്വീകരിക്കേണ്ടത്. എങ്ങനെയാണ് നാം അങ്ങനെ ജീവിക്കുക? പരലോകത്ത് രക്ഷ പ്രാപിക്കണമെങ്കിൽ, അവിടെ നമുക്ക് സ്വർഗം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ആ സ്വർഗം ലഭിച്ചേ തീരൂ. അത് നേടിയെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ വിജയവും ഏറ്റവും വലിയ ലക്ഷ്യവും. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നതാണ്. അള്ളാഹുവിൻ്റെ വഹ്ദാനീയത്തിനെ, അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ്. ഇത് തന്നെയാണ് പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത്. ഏറ്റവും അവസാനത്തെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനും മാനവരാശിയോട് നിരന്തരം ഉത്ബോധിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കാര്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ സൃഷ്ടിച്ചവനായ റബ്ബ് അവൻ ഏകനാണ്. പ്രാർത്ഥനകൾ, ആരാധനകൾ, തേട്ടം അത് അവനോട് മാത്രമായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആ അടിസ്ഥാന തത്വത്തിലേക്ക് മനുഷ്യരാശി കടന്നു വരുമ്പോൾ അവിടെ മോചനവും മോക്ഷവും സമാധാനവും ഐക്യവും സാധ്യമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.